السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آله وصحبه أجمعين. أما بعد. ഏവർക്കും ഖുർആൻ വസന്തം എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 69 വരെയുള്ള ആയത്തുകളാണ് നാം ഇന്നലെ വരെ മനസ്സിലാക്കുകയും ഇതിൻ്റെ തഫ്സീറുകളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തത്. എന്തായിരുന്നു ഇന്നലെ 69-ാമത്തെ ആയത്തിൻ്റെ പശ്ചാത്തലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ സ്നേഹിച്ച സ്വഹാബികൾക്ക് പരലോകത്ത് പ്രവാചകന്റെ കൂട്ട് ലഭിക്കുമോ എന്ന ആശങ്കയുണ്ടായപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്ക് പ്രവാചകന്മാരോടൊപ്പം ഉന്നത പദവി ലഭിക്കുമെന്ന് ഉറപ്പു നൽകുന്ന വചനമാണിത്. ആര് അള്ളാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ പ്രവാചകന്മാർ, സത്യസന്ധന്മാർ, രക്തസാക്ഷികൾ, സച്ചിദന്മാർ എന്നിവരോടൊപ്പമായിരിക്കും. അവർ എത്ര നല്ല കൂട്ടുകാർ എന്നാണ് ഇന്നലെ നാം അവസാനമായി പറഞ്ഞു നിർത്തിയത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി കേൾക്കാനുള്ളത് 70-ാമത്തെ ആയത്താണ്. എന്താണ് 70-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ 70-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, അത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമത്രേ. എല്ലാം അറിയുന്നവനായി അള്ളാഹു മാത്രം മതി എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. മുകളിൽ പറഞ്ഞ ഉന്നത പദവി ആയത്ത് 69-ലെ ഉന്നത പദവിയെക്കുറിച്ച് പറഞ്ഞു. കേവല കർമ്മം കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അമിതമായ ഔദാര്യം, അതായത് ഫള് കൊണ്ട് ലഭിക്കുന്നതാണെന്നും യഥാർത്ഥ അനുസരണയുള്ളവരെ അള്ളാഹുവിനെ അറിയാമെന്നും അള്ളാഹു തആല വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായി പറയാനുള്ളത് വിശുദ്ധ ഖുർആനിലെ തന്നെ സൂറത്തുൻ നിസായിലെ 71-ാമത്തെ ആയത്താണ്. എന്താണ് 71-ാമത്തെ ആയത്ത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ 71-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ നിങ്ങൾ ജാഗ്രത കൈക്കൊള്ളുവിൻ. അങ്ങനെ ചെറു സംഘങ്ങളായോ ഒന്നിച്ച് ഒറ്റക്കൂട്ടമായോ നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടു കൊള്ളുക. ഉഹദ് യുദ്ധാനന്തര സാഹചര്യം. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇത് കണ്ട് മദീനക്ക് ചുറ്റുമുള്ള മറ്റ് അവിശ്വാസി ഗോത്രങ്ങൾക്ക് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ധൈര്യം കൂടി. അങ്ങനെ ഇസ്ലാം മതം പഠിപ്പിക്കാൻ എന്ന വ്യാജേന പ്രവാചക അനുചരന്മാരെ ക്ഷണിച്ചു വരുത്തി ദാരുണമായി കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ, ഉദാഹരണത്തിന് ബിഹ്ർ മൗന, റജിയ സംഭവങ്ങൾ ഈ കാലയളവിലാണ് നടന്നത്. മുസ്ലിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം എന്ന ഭീതിയിലായിരുന്നു മദീനയിലെ ജീവിതം. അടുത്തതായി നമുക്ക് 72-ാമത്തെ ആയത്താണ് നോക്കാനുള്ളത്. എന്താണ് 72-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. لمن ليبطئن فإن أصابتكم مصيبة قال قد أنعم الله علي إذ لم أكن معهم شهيدا. അപ്പോൾ 72-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുകയാണ്, തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ മടിച്ച് പിന്നോക്കം നിൽക്കുന്നവനുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വല്ല വിപത്തും ബാധിച്ചുവെങ്കിൽ അവൻ പറയും, ഞാൻ അവരോടൊപ്പം യുദ്ധത്തിന് ഹാജരാകാതിരുന്നത് വഴി അല്ലാഹു എനിക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന്. എന്താണിത്? കൂടുതൽ വിശദമാക്കിയാൽ, മദീനയിലെ മുസ്ലിങ്ങൾക്കിടയിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് സലൂലിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ കപടവിശ്വാസി, അതായത് മുനാഫിഖ് സംഘം ജീവിച്ചിരുന്നു. ഇവർ പുറമേ മുസ്ലിങ്ങളാണെന്ന് നടിക്കുമെങ്കിലും ഉള്ളിൽ ഇസ്ലാമിന്റെ പതനം ആഗ്രഹിച്ചവരായിരുന്നു. ആയത്തിൽ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നു കഴിഞ്ഞാൽ, ഇവർ പ്രത്യക്ഷത്തിൽ ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിം സമൂഹത്തിന്റെ കൂടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു അവരെ ഇങ്ങനെ വിശേഷിപ്പിക്കാനുണ്ടായ കാരണം. നമുക്ക് അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി നമുക്ക് ഇൻഷാ അല്ലാഹ് 73 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു തആല ഇതെല്ലാം കേട്ട് മനസ്സിലാക്കാനും ഇതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഏകനായ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.